നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ഇരിങ്ങാലക്കുടയിൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടുവളപ്പിലേക്ക് 10ഓളം ഗുണ്ട് കത്തിച്ചെറിഞ്ഞ് പൊട്ടിച്ച സംഭവത്തിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. കൊരുമ്പശ്ശേരി തട്ടിൽ ചാർലിയുടെ വീടിന് നേരെയാണ് അതിക്രമമുണ്ടായത്. ഈ കേസിലെ പ്രതികളായ മനവലശ്ശേരി കൊരുമ്പശ്ശേരി സ്വദേശി ഐനിയിൽ വീട്ടിൽ മഹേഷ്, സഹോദരൻ മനീഷ് എന്നിവരെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു. പറപ്പൂക്കരയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾ റിമാൻഡിൽ. പറപ്പൂക്കര സ്വദേശികളായ എടത്തിപ്പറമ്പിൽ വീട്ടിൽ കുട്ടൻ എന്നറിയപ്പെടുന്ന രോഹിത്, പോപ്പി എന്നറിയപ്പെടുന്ന കിഴക്കൂട്ട് വീട്ടിൽ വിപിൻ എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പാണ്ഡ്യത്ത് വീട്ടിൽ അഖിലിനെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പറപ്പൂക്കരയിൽ വെച്ച് മാരകായുധമായ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് അറസ്റ്റ്. രോഹിത്തിന്റെ സഹോദരിയെ അഖിൽ ശല്യം ചെയ്തതിന്റെ വൈരാഗ്യത്താലാണ് അഖിലിനെ കൊലപ്പെടുത്തിയത്. രോഹിത് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് ബീഡി വലിച്ച ഒരു കേസിലെ പ്രതിയാണ്. വിപിൻ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമക്കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത ഒരു കേസടക്കം 4 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ SHO ആദം ഖാൻ, SIമാരായ പ്രദീപ്, PV പാട്രിക്, വിഷ്ണു, GSIമാരായ അനന്തകുമാർ, പ്രസന്നൻ, ഡ്രൈവർ, ASI ആൻഡോ, GS CPO ദീപക്, CPO യദു എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയാരവങ്ങൾ അവസാനിച്ചു. പ്രസിഡന്റ് പദവിയിലേക്ക് ഇനി ആരൊക്കെ? മുന്നണികളിൽ ചർച്ചകൾ സജീവമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികൾ ഡിസംബർ 21 സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഭരണസമിതിയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികളിലേക്ക് ആരൊക്കെ എന്നത് സംബന്ധിച്ച് മുന്നണികളിൽ ചർച്ചകൾ സജീവമാണ്. UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തിയ അളഗപ്പനഗർ പഞ്ചായത്തിൽ വാർഡ് 2 നിന്ന് വിജയിച്ച K രാജേശ്വരിയുടെ പേര് തന്നെയാണ് കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ 1/4 നൂറ്റാണ്ട് പിന്നിട്ട രാജേശ്വരി പരിചയസമ്പത്തും നേതൃപാടവവും കൈമുതലായുള്ള വനിതാ നേതാവാണ്. വാർഡ് 5 നിന്ന് വിജയിച്ച ഭാഗ്യവതി ചന്ദ്രനും പരിഗണനാ പട്ടികയിലുണ്ട്. പ്രസിഡന്റ് സ്ഥാനം SC വനിതാ സംവരണമായ വരന്തരപ്പള്ളി പഞ്ചായത്തിൽ UDFിലെ മീന മദനൻ പ്രസിഡന്റാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. LDFിൽ നിന്ന് ഭരണം തിരിച്ചുപിടിച്ചതിന്റെ മികവിലാണ് ഇവിടെ UDF. ഭരണം നിലനിർത്തിയ തൃക്കൂർ പഞ്ചായത്തിൽ സുന്ദരി മോഹൻദാസിന്റെ പേര് തന്നെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണനയിലുള്ളത്. കഴിഞ്ഞ ഭരണസമിതിയിൽ ഇവിടെ പ്രസിഡന്റ് പദവി 3 പേർക്കായി പങ്കുവച്ചിരുന്നു. UDF ഭരണം നിലനിർത്തിയ പുതുക്കാട് പഞ്ചായത്തിൽ വാർഡ് 9 നിന്ന് വിജയിച്ച രതി ബാബുവിനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന. ജോളി ചുക്കിരി, ജോഷി ജോയ് എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. LDFിന്റെ ശക്തി കേന്ദ്രമായ നെന്മണിക്കര പഞ്ചായത്തിൽ ഇത്തവണ പ്രസിഡന്റ് പദവി വനിതാ സംവരണമാണ്. വാർഡ് 11 നിന്ന് വിജയിച്ച VT വിജയലക്ഷ്മിയാണ് ഇവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ മുൻപന്തിയിലുള്ളത്. LDF ഭരണം നിലനിർത്തിയ പറപ്പൂക്കര പഞ്ചായത്തിൽ വാർഡ് 17 LDF സ്വതന്ത്രയായി മത്സരിച്ച ബീന സുരേന്ദ്രന്റെ പേരിനാണ് മുൻഗണന. കഴിഞ്ഞ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായിരുന്ന ബീന സുരേന്ദ്രൻ ഇത്തവണ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുമെന്നാണ് സൂചന. അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യോഗ്യതയുള്ള നിരവധി വനിതകളുണ്ടെന്നും തീരുമാനം ആയിട്ടില്ലെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. LDF ഭരിച്ചിരുന്ന മറ്റത്തൂർ പഞ്ചായത്തിൽ ഇത്തവണ ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല. നിലവിൽ 10 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടുള്ളത് LDF തന്നെയാണ്. 8 സീറ്റുകളുള്ള UDFന് 2 വിമതരുടെ പിന്തുണ ലഭിച്ചാൽ അവരും 10 സീറ്റിലേക്കെത്തും. ഇങ്ങനെ വന്നാൽ മറ്റത്തൂർ പഞ്ചായത്തിന്റെ ഭരണം നറുക്കെടുപ്പിലൂടെയായിരിക്കും തീരുമാനിക്കുക. LDFിൽ നിന്ന് CC ബിജുവിന്റെ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണനയിൽ എന്നാണ് സൂചന. UDFന് ഭരണം ലഭിക്കുകയാണെങ്കിൽ ലിൻഡോ പള്ളിപ്പറമ്പിനും സാധ്യതയുണ്ട്. അതേസമയം 2 സ്വതന്ത്രന്മാരുടെ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ അവരുടെ നിലപാടുകളും പ്രസിഡന്റ് പദവിയിൽ നിർണായകമാകും. ഈ പേരുകൾ ഒന്നുമല്ലാതെ ചില അപ്രതീക്ഷിത പേരുകളും ഒരുപക്ഷെ നേതൃനിരയിലേക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും മുന്നണികളിൽ ചർച്ചകൾ സജീവമാണ്. പരിചയസമ്പത്തും നേതൃപാടവവും ജനപിന്തുണയും ഒക്കെ കണക്കിലെടുത്താകും ചർച്ചകൾക്കൊടുവിൽ പഞ്ചായത്തിന്റെ സാരഥികളെ മുന്നണികൾ തീരുമാനിക്കുക.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും എത്ര പ്രധാനപ്പെട്ടതാണ് എന്നറിയാൻ ചിലരുടെ വിജയങ്ങൾ നോക്കിയാൽ മതി. ഒരേ വോട്ട് ലഭിച്ചതിലൂടെ നറുക്കെടുപ്പിലൂടെ വിജയിച്ചവരും ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. മറ്റത്തൂർ പഞ്ചായത്തിലെ വാർഡ് 23 ചുങ്കാലിൽ UDF സ്ഥാനാർത്ഥി അക്ഷയ് സന്തോഷ് വിജയിച്ചത് 9 വോട്ടുകൾക്കാണ്. അക്ഷയ് സന്തോഷ് 502 വോട്ടുകൾ നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി ദേവരാജ് 493 വോട്ടുകൾ നേടി രണ്ടാമതെത്തി. നെന്മണിക്കര പഞ്ചായത്തിലെ വാർഡ് 4 പുലക്കാട്ടുകരയിൽ LDFന്റെ സൂര്യ അനീഷ് വിജയിച്ചത് 9 വോട്ടുകൾക്കാണ്. സൂര്യ അനീഷ് 336 വോട്ടുകൾ നേടിയപ്പോൾ തൊട്ടുപുറകിൽ UDFന്റെ ബീന ജോൺസൺ നേടിയത് 327 വോട്ടുകൾ. വാർഡ് 12 UDFന്റെ തങ്ക ഭാസ്കരൻ നേടിയത് 456 വോട്ടുകൾ. തൊട്ടുപുറകിൽ LDF സ്ഥാനാർത്ഥി സുധാ രാജേഷ് നേടിയത് 449 വോട്ടുകൾ. തങ്ക ഭാസ്കരന്റെ വിജയം 7 വോട്ടിന്. പറപ്പൂക്കര പഞ്ചായത്ത് വാർഡ് 12 നന്ദിക്കരയിൽ UDF സ്ഥാനാർത്ഥി KS ജോൺസൺ നേടിയത് 363 വോട്ടുകൾ. രണ്ടാം സ്ഥാനത്ത് NDAയുടെ രാഹുൽ നന്ദിക്കര നേടിയത് 355 വോട്ടുകൾ. KS ജോൺസന്റെ വിജയം 8 വോട്ടുകൾക്ക്. ഇവിടെ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് LDFന്റെ EK അനൂപ് മൂന്നാം സ്ഥാനത്തെത്തിയത് LDFന് കനത്ത തിരിച്ചടിയായി. പറപ്പൂക്കര പഞ്ചായത്ത് വാർഡ് 13 പോങ്കോത്രയിൽ LDFന്റെ സുനീത രവീന്ദ്രൻ നേടിയത് 372 വോട്ടുകൾ. തൊട്ടുപുറകിൽ UDF സ്ഥാനാർത്ഥി രേഷ്മ ലിൻഡോ നേടിയത് 363 വോട്ടുകൾ. സുനിതയുടെ വിജയം 9 വോട്ടുകൾക്ക്. അളഗപ്പനഗർ പഞ്ചായത്ത് വാർഡ് 3 വെണ്ടോർ നോർത്തിൽ UDFന്റെ സോണിയ പിൻഡോ നേടിയത് 400 വോട്ടുകൾ. LDFന്റെ ജോബി ജെയ്സൺ 390 വോട്ട് നേടി രണ്ടാമതെത്തി. സോണിയയുടെ വിജയം 10 വോട്ടുകൾക്ക്. തൃക്കൂർ പഞ്ചായത്ത് വാർഡ് 2 തൃക്കൂരിൽ NDAയുടെ ഷീബ നികേഷ് നേടിയത് 343 വോട്ടുകൾ. തൊട്ടുപുറകിൽ LDF സ്ഥാനാർത്ഥി രാമകൃഷ്ണൻ MG നേടിയത് 337 വോട്ടുകൾ. ഷീബ നികേഷ് വിജയിച്ചത് 6 വോട്ടുകൾക്ക്. വരന്തരപ്പള്ളി പഞ്ചായത്ത് വാർഡ് 9 എച്ചിപ്പാറയിൽ UDFന്റെ ഷാദിയ അഫ്സൽ 306 വോട്ടുകൾ നേടിയപ്പോൾ തൊട്ടുപിറകിൽ LDFന്റെ റസിയ ജലാൽ 302 വോട്ടുകൾ നേടി. ഷാദിയ വിജയിച്ചത് 4 വോട്ടിന്. വാർഡ് 14 പൗണ്ട് കാരിക്കുളം കടവിൽ UDFന്റെ ആൻസി തോമസും LDFന്റെ ഷൈറ നിഷാദും നേടിയത് ഒരേ വോട്ടുകൾ 542. അവസാനം നറുക്കെടുപ്പിലൂടെ വിജയവും ഭാഗ്യവും UDFനെ തുണച്ചു. ആൻസി തോമസിന് വിജയം. വാർഡ് 22 മാട്ടുമലയിൽ LDFന്റെ ഷീബ സന്ദീപ് നേടിയത് 604 വോട്ടുകൾ. തൊട്ടുപിറകിൽ NDA സ്ഥാനാർത്ഥി വന്ദന രതീഷ് നേടിയത് 598 വോട്ടുകൾ. ഷീബ സന്ദീപിന്റെ വിജയം 6 വോട്ടുകൾക്ക്. ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടെ ഓരോ വോട്ടുകളും എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇവരുടെ വിജയവും പരാജയവും. കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിലെത്തി. സ്വർണം ഗ്രാമിന് 75 രൂപയുടെ വർധനയാണ് ഇന്നുണ്ടായത്. 12,350 രൂപയായാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില വർദ്ധിച്ചത്. പവന്റെ വിലയിൽ 600 രൂപയുടെ വർധനയുണ്ടായി. 98,800 രൂപയായാണ് ഉയർന്നത്. ഇതിനു മുൻപ് ഡിസംബർ 12-നായിരുന്നു സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തിയത്. അന്ന് 98,400 രൂപയായിരുന്നു 1 പവന്റെ വില. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,350 രൂപയും പവന് 98,800 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.